ഹായ് ഫ്രണ്ട്സ്, ട്രേസ് കേറ്റിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാ വിദ്യാർത്ഥികളും നമ്മളോട് ചോദിക്കുന്ന ഒരു സംശയമാണ് പ്രോഗ്രാമിംഗ് സി എങ്ങനെ പാസ്സാകും, ഏതാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സി പ്രോഗ്രാമിങ്ങിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് സെഷൻ വീഡിയോ ചെയ്തിട്ടുള്ളത് 5 വർഷക്കാലമായിട്ട് പ്രോഗ്രാമിംഗ് സി എന്ന് പറയുന്ന പേപ്പർ ഹാൻഡിൽ ചെയ്യുന്ന ഒരു കോളേജ് ഫാക്കൽറ്റിയാണ്. അജിത് സാറാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് സാറിൻ്റെ ക്ലാസ്സിലേക്ക് പോകാം. മൊഡ്യൂൾ 1 കൂടുതലും ചോദിക്കുന്നത് മെമ്മറി ടൈപ്പ്, കൂടുതലും തിയറീസ് ആണ് മൊഡ്യൂൾ 1 ആൻഡ് ചോദിക്കാറുള്ളത് മെമ്മറിയും സോഫ്റ്റ്വെയർസും ഒക്കെയാണ് കൂടുതൽ ചോദിക്കുന്നത്. മെമ്മറി റാം റോം പോലത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഡിഫറൻസും ഒക്കെയാണ് ചോദിക്കുന്നത്. സോഫ്റ്റ്വെയർസ് ആണെങ്കിൽ സിസ്റ്റം സോഫ്റ്റ്വെയർസ്, ആപ്ലിക്കേഷൻ രണ്ടും ഒറ്റയ്ക്കും ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഡിഫറൻസ് ചോദിക്കാറുണ്ട്. പിന്നെ ഉള്ളത് കമ്പൈലർ ആൻഡ് ഇന്റർപ്രറ്റർ ആണ് ചോദിക്കുന്നത്. അതിന്റെ ഡിഫറൻസ് ബിറ്റ്വീൻ ആണ് കൂടുതലും ചോദിക്കാറുള്ളത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒറ്റയ്ക്കും ചോദിക്കാറുണ്ട്. ആൻഡ് ഹൈ ലെവൽ ആൻഡ് ലോ ലെവൽ ആണ്. സോ അതും കൂടുതലും ഡിഫറൻഷിയേഷൻ ആണ് ചോദിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് വാട്ട് ഈസ് എ സ്ട്രക്ചർഡ് പ്രോഗ്രാം, എന്താണ് ഒരു സ്ട്രക്ചർഡ് പ്രോഗ്രാം എന്ന്, അതിന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ആണ് കൂടുതലും ചോദിക്കാറുണ്ട്. എന്താണ് സ്ട്രക്ചർഡ് പ്രോഗ്രാം എന്ന് ചോദിക്കാറുണ്ട്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മൊഡ്യൂൾ 1 ഉള്ളതെന്ന് പറഞ്ഞാൽ അതുപോലെ ഫ്ലോ ചാർട്ട് ആണ്. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഇതുപോലെ അർത്ഥമെറ്റിക് ഓപ്പറേഷൻസ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഒക്കെയാണ് കൂടുതൽ ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഓഫ് 2 or 3 നമ്പേഴ്സ്, ഇതിലേതെങ്കിലും ഒന്നെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഓഫ് 2 ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ് ആയിരിക്കും ചോദിക്കാറുള്ളത്. അല്ലെങ്കിൽ സാധാരണ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ചോദിക്കും, അല്ലെങ്കിൽ ഫൈൻഡ് ദ ഏരിയ ഓഫ് എ റെക്ടാംഗിൾ, ട്രയാംഗിൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ളതാണ് കൂടുതലും ചോദിക്കാറുള്ളത്. അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും ചോദിക്കുന്നത് ഈ ഒരു 4 പോയിന്റ്സ് അകത്ത് കാണുന്നത്. നെക്സ്റ്റ് വന്ന് മൊഡ്യൂൾ 2. അതിനകത്ത് രണ്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്, ബ്രാഞ്ചിങ്ങും ലൂപ്പിങ്ങും ആണ് വരുന്നത്. കുറേ ഇതിനകത്ത് തുടക്കം അതിന്റെ എങ്ങനെയാണ് ഒരു പ്രോഗ്രാം എഴുതേണ്ട കാര്യങ്ങൾ, പ്രിന്റ് എഫും സ്കാൻ എഫും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഡാറ്റ ടൈപ്സ്, കീവേഡ്സ് ഒക്കെ പറയുന്നുണ്ടെങ്കിൽ മെയിൻലി ഇതിനകത്തുള്ള രണ്ട് ടോപ്പിക് എന്ന് പറയുന്നത് ബ്രാഞ്ചിങ് ആൻഡ് ലൂപ്പിംഗ് ആണ്. ബ്രാഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഈഫ് എൽസ്, എൽസീഫ് തുടങ്ങിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ സ്വിച്ച് പോലത്തെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ബ്രാഞ്ചിങ് യൂസ് ചെയ്യുന്നത്. അതായത് ഈഫെൽസിനകത്ത് ഒരു സൈഡ് നമുക്ക് ചിലപ്പോൾ ഈഫ് ആയിരിക്കും, ട്രൂ ആണെങ്കിൽ ഈഫ് കേസ് റൺ ചെയ്യും, എൽസ് ആണെങ്കിൽ ഫോൾസ് ആണെങ്കിൽ എൽസ് കേസ് റൺ ചെയ്യും. ആൻഡ് അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് പറയാനുള്ളത് ഈവൻ ഓർ ഓഡ്, അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഓഫ് 2 or 3 നമ്പേഴ്സ്, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഓഫ് 2 അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ് ആണ് കൂടുതൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവ്, പോസിറ്റീവ്, സീറോ. ഇതൊക്കെ ഈ നെഗറ്റീവ്, പോസിറ്റീവ്, സീറോ ഒക്കെ എൽസീഫ് സ്റ്റേറ്റ്മെന്റിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഗ്രേറ്റസ്റ്റ് ഓഫ് 3 നമ്പേഴ്സും എൽസീഫിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുണ്ട്, അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. നെക്സ്റ്റ് വൺ സ്വിച്ച് ആണ്, സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. സിമ്പിൾ കാൽക്കുലേറ്റേഴ്സ് ആണ് കൂടുതലും അതിനകത്ത് ചോദിക്കാറുള്ളത്, അല്ലെങ്കിൽ വവ്വൽസ് കണ്ടുപിടിക്കാനായിട്ട്, കേസ് വവ്വൽസ്, അല്ലെങ്കിൽ കൂടുതലും ഈ വവ്വൽസും സ്വിച്ച് കാൽക്കുലേറ്ററൊക്കെ നമുക്ക്, സിമ്പിൾ കാൽക്കുലേറ്ററൊക്കെ നമുക്ക് സ്വിച്ചിനകത്തും ചെയ്യാം, എൽസീഫിനകത്തും ചെയ്യാൻ പറ്റും, അങ്ങനെ ചോദിക്കാറുണ്ട്. ആൻഡ് കൂടുതലും ഇതുപോലെയാണ്. അപ്പം ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചോദിക്കാറുണ്ട്, ഒന്നെങ്കിൽ നമ്പർ വെച്ചിട്ട് കേസ് കണ്ടുപിടിക്കുന്ന, അല്ലെങ്കിൽ ആൽഫബറ്റ്സ് വെച്ച്, ഇത് വോവൽസ് ഒക്കെ ആണെങ്കിൽ ആൽഫബറ്റ്സ് വെച്ചിട്ട് ചെയ്യുന്ന രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ലൂപ്പിംഗ് ആണ്. രണ്ട് ടൈപ്പ് ഓഫ് ലൂപ്പിംഗ് ആണ് നമുക്കുള്ളത്, എൻട്രി കൺട്രോൾ ലൂപ്പും എക്സിറ്റ് കൺട്രോൾ ലൂപ്പും ആണ്. എൻട്രി കൺട്രോൾ ലൂപ്പ് ആണ് ഫോർ ആൻഡ് വൈൽ, നെക്സ്റ്റ് വൺ ഇസ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്, ഡു വൈൽ. എൻട്രി കൺട്രോൾ എന്ന് പറയുമ്പോഴത്തേക്കും കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അതേസമയം എക്സിറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ചെയ്തിട്ടാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അതായത് അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും അത് എക്സിക്യൂട്ട് ചെയ്തിട്ട് അത് കണ്ടീഷൻ ചെക്ക് ചെയ്യത്തുള്ളൂ. ഫോർ ആൻഡ് വൈലിനകത്ത് കണ്ടീഷൻ ചെക്ക് ചെയ്ത് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രം അത് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പം ഫസ്റ്റ് വൺ വൈല് ഈഫുകൾ തന്നെയാണ് ഉള്ളത്. ഈഫ് പലതവണ റിപ്പീറ്റ് ചെയ്താൽ നമുക്കത് വൈലായിട്ട് വരും. ആൻഡ് ഈഫ് പോലെ തന്നെ ഈഫിന്റെ സെയിം സിൻടാക്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, ബട്ട് അത് വീണ്ടും പോയി ചെക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അത് ലൂപ്പിംഗ് എന്ന് പറയുന്നത്. സാധാരണ ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസിന് സം ഓഫ് ഡിജിറ്റ്സ്, റിവേഴ്സ് ഓഫ് എ നമ്പർ, അല്ലെങ്കിൽ പാലിൻഡ്രോം. ഈ മൂന്നെണ്ണവും ഏകദേശം ഒരേപോലെ തന്നെ അതിന്റെ കോഡ്സ് എല്ലാം സെയിം ആണ്. അപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റങ്ങൾ വരുത്തിയാൽ ഈ മൂന്നിന്റെയും റിസൾട്ട് കിട്ടും, സം ഓഫ് ഡിജിറ്റ്, റിവേഴ്സ് ഓഫ് എ നമ്പർ, പാലിൻഡ്രോം. നെക്സ്റ്റ് വേണമെങ്കിൽ ആംസ്ട്രോങ് എന്ന് പറയുന്നത് നമുക്കൊരു 371 എന്നൊരു നമ്പർ ആണെങ്കിൽ അത് എത്ര ഡിജിറ്റ് ഉണ്ട്. ഇപ്പോൾ 3 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ 3 + 7 × 3 + 1 × 3 ഈക്വൽ ടു അതേ നമ്പർ തന്നെ വരുവാണെങ്കിൽ അതൊരു ആംസ്ട്രോങ് നമ്പറാണ്. ഓക്കെ, അതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വൈകിട്ട് ചോദിക്കാറുള്ളത്. അത് സം ഓഫ് ഡിജിറ്റ്സ്, റിവേഴ്സ് ഓഫ് എ നമ്പർ, പാലിൻഡ്രോം ആൻഡ് ആംസ്ട്രോങ് നമ്പർ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോർ ലൂപ്പാണ്. അതിനകത്ത് കൂടുതൽ ചോദിക്കാറുള്ള സം ഓഫ് എൻ നമ്പേഴ്സ്, അല്ലെങ്കിൽ ഫാക്ടോറിയൽ ഓഫ് എൻ നമ്പേഴ്സ് ഒക്കെയാണ് കൂടുതൽ ചോദിക്കുന്നത്. പിന്നെ പ്രൈം നമ്പേഴ്സ് ഒക്കെ ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ഡു വൈൽ ലൂപ്പ് ആൻഡ് സാധാരണ ചോദിക്കുന്നത് സം ഓഫ് എൻ നമ്പേഴ്സ്. അതായത് നമ്മൾ യൂസ് ചെയ്ത ഫൈല് ഫോറിനകത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ അത് ഡു വൈലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ സാധാരണ ചെയ്യിപ്പിക്കാറുള്ളൂ. ക്വസ്റ്റ്യൻസ് വരാറുള്ളൂ. ഡു വൈൽ അധികം ക്വസ്റ്റ്യൻസ് അധികം വന്നിട്ടില്ല, കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഇതാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഞാനൊരു
ഒരു റിവിഷൻ ക്ലാസ് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നെക്സ്റ്റ് ഓഗസ്റ്റ് 23rd ആൻഡ് 24th. 300 rupees ആണ്. ഞാൻ 4 സെഷൻസ് ആണ് ഉണ്ടാകുന്നത്. ഓഗസ്റ്റ് 23rd 2 മണി മുതൽ 4 മണി വരെ, സെക്കൻഡ് സെഷൻ ഓഗസ്റ്റ് 23rd തന്നെ 6 മണി മുതൽ 8 മണി വരെ, തേർഡ് സെഷൻ 24th 9 മണി മുതൽ 11 മണി വരെ, ആൻഡ് ഫോർത്ത് സെഷൻ രാത്രി അതേ ദിവസം 24th 6 to 8 വരെ. നിങ്ങൾ സ്കാൻ ചെയ്ത് രജിസ്ട്രേഷൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്ലാസ് കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസും നമ്മൾ അതിൽ പഠിക്കുന്നതായിരിക്കും. അത്യാവശ്യം ബേസിക് മുതൽ ഒരു അഡ്വാൻസ് വേർഷൻസ് വരെ നമ്മൾ അത്യാവശ്യം പഠിപ്പിക്കുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. 300 rupees ആണ് ജോയിനിങ് ഈ ഒരു ക്ലാസ് കോഴ്സിന് വേണ്ടിയുള്ളത്. ഓക്കെ, നമ്മൾ തേർഡ് മൊഡ്യൂളിലേക്ക് പോകുന്നു. അതിനകത്ത് മെയിൻലി ഉള്ള ടോപ്പിക് അറേസ് ആണ്. അറേ ഇൻസേർഷൻ പഠിക്കണം. എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്, ഫോർ ലൂപ്പ് വേർഡ്സ് ഇൻസേർട്ട് ചെയ്യുന്നത് പഠിക്കണം. ആൻഡ് അതിന്റെ ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കുക റീഡ് ആൻഡ് ഡിസ്പ്ലേ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ റിവേഴ്സ് ഓഫ് എൻ അറേ ചോദിക്കാറുണ്ട്, ആൻഡ് അല്ലെങ്കിൽ ഡിസ്പ്ലേ ഈവൻ ഓർ ഓഡ് ഇൻ ആൻ അറേ. ഒരു അറേ സെറ്റ് കൊടുത്ത് അതിനകത്ത് ഈവനെ ഓഡിനെ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാൻ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു അറേ സെറ്റ് കൊടുത്ത് അതിന്റെ പ്രൈം നമ്പേഴ്സിനെ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. അതൊക്കെയാണ് സാധാരണ അറേയിലെ കൂടുതൽ ചോദ്യങ്ങൾ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അറേക്കകത്ത് വരാറുള്ളത് സെർച്ച് എലമെന്റ് ആണ്. ഒന്നെങ്കിൽ ലീനിയർ സെർച്ച്, സെർച്ച് എലമെന്റ് അതൊരു ഇമ്പോർട്ടൻറ്റ്, പല രീതിയിൽ അത് ക്വസ്റ്റിനെ ചോദിച്ചിട്ട് അതിനകത്തൊരു സെർച്ച് ചെയ്യാൻ പറയും. അത് സെർച്ച് ഓഫ് എൻ എലമെന്റ്, സെർച്ച് എൻ എലമെന്റ് ഇൻ എൻ അറേ, അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് സോർട്ട് ചോദിക്കാറുണ്ട്. അറേയുടെ സോർട്ടിങ്ങും കൂടുതൽ ചോദിക്കാറുണ്ട്. കൂടുതലും യൂസ് ചെയ്യുന്ന ബബിൾ സോർട്ട് ആണ് യൂസ് ചെയ്യുന്നത്. അറേയുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒന്നാണ്. കുറേ നമ്പേഴ്സ് വന്നിട്ട് നമ്മളതിനെ സോർട്ട് ചെയ്യാൻ പറയും. നമ്മൾ യൂസ് ചെയ്യുന്നത് ബബിൾ സോർട്ട് ആണ്. ആൻഡ് സ്ട്രിംഗ് ഫംഗ്ഷൻ, അതിനകത്ത് ഇൻബിൽറ്റ് ഫംഗ്ഷൻസ്, സ്ട്രിംഗ് ഫംഗ്ഷൻസ് പഠിക്കണം. ആൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ പ്രിന്റ് എഫും ഗെറ്റസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, STR, LDN, സൈസ് ഓഫ്, ഇതൊക്കെ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ചോദിക്കുന്നതാണ്. ആൻഡ് റിവേഴ്സ് ഓഫ് എ സ്ട്രിംഗ്, എങ്ങനെയാണ് ഒരു സ്ട്രിങ്ങിനെ റിവേഴ്സ് ചെയ്യുന്നത്, അതിന്റെ പ്രോഗ്രാം സാധാരണ ചോദിക്കാറുണ്ട്. പിന്നെ കൂടുതലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഈ ബിൽഡ് ഇൻ ഫംഗ്ഷൻസ് യൂസ് ചെയ്യാതെ ഒരു സ്ട്രിങ്ങിനെ കോപ്പി ചെയ്യണം, അല്ലെങ്കിൽ അതിനെ കോൺകാറ്റിനേറ്റ് ചെയ്യുക, അതായത് മെർജ് ചെയ്യുക എന്ന് പറയും, അല്ലെങ്കിൽ അതിന്റെ ലെങ്ത് കണ്ടുപിടിക്കും വിത്തൗട്ട് യൂസിങ് ഈ സ്ട്രിംഗ് ഫംഗ്ഷൻസ് യൂസ് ചെയ്യാതെ ഇങ്ങനത്തെ സാധനങ്ങൾ ചെയ്തെടുക്കുക. അതായത് സ്ട്രിംഗ് ഫംഗ്ഷൻസിന്റെ യൂസ് സ്ട്രിംഗ് ഫംഗ്ഷൻസ് ഇല്ലാതെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻസ് സാധാരണ വരാറുള്ളത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ 2 dimensional അറേ ആണ്, മെട്രിക്സ് ആണ്. അതിന്റെ ഇൻസേർഷൻ എങ്ങനെയാണെന്ന് പഠിക്കുന്നത്. ഡിസ്പ്ലേ 2 മെട്രിക്സ്, അതായത് റീഡ് ആൻഡ് ഡിസ്പ്ലേ മെട്രിക്സ് പഠിക്കുക. അതിന്റെ ട്രാൻസ്പോസ് സാധാരണ ചോദിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന 2 ചോദ്യങ്ങളാണ് അഡീഷൻ ഓഫ് 2 മെട്രിക്സ്, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 മെട്രിക്സ്. ഓക്കെ, ആൻഡ് മൊഡ്യൂൾ 4 ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഫംഗ്ഷൻസ് ആണ്. അതിന് പല ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ്, യൂസർ ഡിഫൈൻഡ് ആൻഡ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ്, ആൻഡ് അതെങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നു, കോൾ ചെയ്യുന്നു, ഡെഫിനേഷൻ ഒക്കെ ചെയ്യുന്നു. പിന്നെ പാരാമീറ്റേഴ്സ് ചോദിക്കാം, ഫോർമുല ആൻഡ് ആക്ച്വൽ പാരാമീറ്റേഴ്സ്, അത് ഇമ്പോർട്ടൻറ്റ്. പാസ് ബൈ വാല്യൂ, അത് ഇമ്പോർട്ടൻസ് ആണ്. ആൻഡ് സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് സ്വാപ്പ് 2 numbers യൂസിങ് ഫംഗ്ഷൻ, അല്ലെങ്കിൽ സെർച്ച് എൻ എലമെന്റ് യൂസിങ് ഫംഗ്ഷൻ, സാധാരണ സോർട്ട് എലമെന്റ്സ് യൂസിങ് ഫംഗ്ഷൻ ചോദിക്കാറുണ്ട്. ആൻഡ് അർത്ഥമെറ്റിക് ഓപ്പറേഷൻസ് ചോദിക്കാറുണ്ട്, പല ടൈപ്പ് ഓഫ് അർത്ഥമെറ്റിക് ഓപ്പറേഷൻ, അതായത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ എല്ലാം കൂടെ ഒറ്റ പ്രോഗ്രാമിനകത്ത് പല ഫംഗ്ഷൻസ് ആയിട്ട് ചെയ്യാനായിരിക്കും സാധാരണ. പിന്നെ ചോദിക്കാനുള്ള പ്രൈം നമ്പേഴ്സ്, ഒരു റേഞ്ച് ഓഫ് പ്രൈം നമ്പേഴ്സ് വന്നിട്ട് അതിനെ എങ്ങനെയാണ് ഫംഗ്ഷൻ വെച്ച് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. ആൻഡ് റിക്കേഴ്സീവ് ഫംഗ്ഷൻ, അതിനകത്ത് കൂടുതൽ ചോദിക്കുന്ന ക്വസ്റ്റൻ ഫാക്ടോറിയൽ, ഫിബൊനാച്ചി സീരീസ് ഒക്കെയാണ് ചോദിക്കുന്നത്. പിന്നെ NCR, NPR, അതിന്റെ ഫോർമുല അറിയാമല്ലോ, ആ ഫോർമുല യൂസ് ചെയ്ത് എങ്ങനെയാണ് അതിനെ കണ്ടുപിടിക്കുന്നത്. ആൻഡ് ഫൈൻ ചില സീരീസ്, ഇതുപോലത്തെ ചില സീരീസുകൾ ചോദിക്കാറുണ്ട്. ഓക്കെ, സ്ട്രക്ചർ ആൻഡ് യൂണിയൻ, സ്ട്രക്ചറും ഒരു ഡാറ്റ ടൈപ്പ് ആണ്, ആൻഡ് ലൈക്ക് യൂണിയനും അതുപോലെ ഒരു ഡാറ്റ ടൈപ്പ് ആണ്. അതെങ്ങനെയാണ് അതിന്റെ ഒരു വർക്ക് കൂടുതലും ചോദിക്കാറുള്ളത്. സ്റ്റുഡന്റ് ഡീറ്റെയിൽസും എംപ്ലോയി ഡീറ്റെയിൽസും ഒക്കെയാണ് ചോദിക്കാറുള്ളത്. അത് സെയിം തന്നെയാണ്, സ്ട്രക്ചർ ആൻഡ് യൂണിയന്റെ ഒരു സ്ട്രക്ചർ സെയിം തന്നെയാണ്. ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രക്ചർ ആൻഡ് യൂണിയൻ ചോദിക്കാറുണ്ട്, അതിന് എന്താ ഡിഫറൻസ്, അതിന്റെ മെമ്മറി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ചോദിക്കാറുണ്ട്. ആൻഡ് സ്ട്രക്ചർ ആൻഡ് അറേയുടെ ഡിഫറൻസ് സാധാരണ ചോദിക്കാറുണ്ട്. മൊഡ്യൂൾ 5 പോയിന്റേഴ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ട്. അതിനെങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത് ചോദിക്കാറുണ്ട്. ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ പാസ് ബൈ വാല്യൂ ആൻഡ് പാസ് ബൈ റെഫറൻസ് ഒരു വലിയ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. അത് സാധാരണ എല്ലാത്തിനകത്തും ചോദിക്കാറുള്ളത്. ആൻഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ റീഡ് ആൻഡ് ഡിസ്പ്ലേ ആൻഡ് അറേ യൂസിങ് പോയിന്റേഴ്സ്, സോർട്ട് ദ കണ്ടന്റ്, ഒരു സ്വാപ്പ് അല്ലെങ്കിൽ സോർട്ട് ചോദിക്കാറുണ്ട് യൂസിങ് പോയിന്റേഴ്സ്. ലാസ്റ്റ് ഫയൽ, ടൈപ്പ് ഓഫ് ഫയൽസ് യൂസ് ചെയ്യുന്നത്, ആൻഡ് ഫയൽ ഓപ്പറേഷൻസ്, പല ടൈപ്പ് ഫയൽ ഓപ്പറേഷൻസ് ഉണ്ട്, റീഡ്, റൈറ്റ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓപ്പറേഷൻ, അപ്പൻഡ്, അതൊക്കെ. ആൻഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഡിസ്പ്ലേ ദ കണ്ടന്റ് ഓഫ് എ ഫയൽ ആൻഡ് കൗണ്ട് ദ നമ്പർ ഓഫ് വാല്യൂ വാവേഴ്സ് ഇൻ ദ ഫയൽ, അല്ലെങ്കിൽ കോപ്പി ദ കണ്ടന്റ്, മെർജ് ദ കണ്ടന്റ്, അതൊക്കെയാണ് കൂടുതൽ ചോദിക്കാറുണ്ട്. റീഡ് നമ്പേഴ്സ് ഫ്രം എ ഫയൽ ആൻഡ് ഡിസ്പ്ലേ ദ ലാർജസ്റ്റ്, അതൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ റിവേഴ്സ് ചോദിക്കാം. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. ആൻഡ് നിങ്ങൾ ഇതൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു ക്രാഷ് കോഴ്സ് സെറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളത് ജോയിൻ ചെയ്യുക. 300 rupees ആണ് ഉള്ളത്. ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. ആൻഡ് ജോയിൻ ചെയ്യുക. അപ്പോൾ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക, ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. സോ ആൻഡ് ഓൾ ദ ബെസ്റ്റ്.